താനിത് ഇവിടുന്ന് വരിക? കാസർഗോട്ടുന്ന്. കാസർഗോഡ് കന്യാകുമാരിയായിട്ട് തെക്ക് വടക്ക് നടന്നു. എവിടെ ചെന്നാലും നാട്ടുകാർക്ക് പരാതിയാ തന്റെ വകുപ്പിനെ കുറിച്ച്. അത് ഞാൻ താനൊരു മണ്ടനാ എന്ന് സർവരും പറഞ്ഞിട്ടും തന്നെ മന്ത്രിയാക്കാൻ നേരത്തെ ഞാനത് ചെവിക്കൊണ്ടില്ല. ഇങ്ങനെ ഒരു തിരുമണ്ടനാണെന്ന് മനസ്സിലാകാതെ പോയ ഞാനും നാട്ടുകാരുടെ മുമ്പിൽ മണ്ടനായി പോയല്ലോടൂ. അതല്ല ഞാൻ. വേണ്ട, ഇനി വകുപ്പിന്റെ പേരുദോഷം മാറ്റിയിട്ട് എന്നെ വന്ന് കണ്ടാ മതി. അദ്ദേഹത്തെ തെറിയും പറഞ്ഞ് പത്രപ്രസ്താവനയും നടത്തി നടന്നിരുന്ന നിങ്ങളെ തൂക്കിയെടുത്ത് അദ്ദേഹത്തിന്റെ കാലിൽ കൊണ്ടിട്ട് സമസ്ത അപരാധം പറയിച്ചിട്ടാ നിങ്ങൾക്ക് ഈ മന്ത്രിസ്ഥാനം ഞാൻ മേടിച്ചു തന്നത്. എന്നിട്ട് എന്നെ കൂടി നാറ്റിച്ച് കളഞ്ഞല്ലോ ഒരുമാതിരി റേഷൻ ഇരി പോലെ. ഞാൻ എന്ത് ചെയ്തിട്ടാ ഈ പരാതി? താൻ ഒന്നും ചെയ്യുന്നില്ലെന്നാ പരാതി. ഞാൻ ആന്ധ്രായിൽ അരി ഇറക്കിയില്ലേ? ഇറക്കിയതൊക്കെ അങ്ങ് കയറ്റുകയും ചെയ്തില്ലേ. ഒരു 4 ദിവസം പട്ടിണി കിടന്ന് ശരീരം ഒന്ന് ക്ഷീണിപ്പിക്കും, ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിലും. എടോ, ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണോന്നാ? ഞാനല്ല, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചില മിന്നൽ പരിപാടികൾ ആവിഷ്കരിക്കണം. ഒറ്റയ്ക്ക് കിടന്ന് താൻ എന്തെങ്കിലും ചെയ്ത് കുളമാക്കരുത്. ഇനി മേലാൽ ജീരകവും വറ്റൽമുളകും മേടിക്കരുത് എന്നോട് ചോദിക്കാതെ. കരിഞ്ചന്തയ്ക്കും പൂഴ്ത്തിവെപ്പിനെതിരെ ഭക്ഷ്യമന്ത്രിയുടെ പൂഴിക്കടകൻ. പത്രങ്ങളിൽ പടം വരുന്നു, ഭക്ഷ്യവകുപ്പിന്റെ പ്രതിച്ഛായ നന്നാകുന്നു. ഓക്കേ? മക്കളെ, അയ്യോ, സ്ട്രെച്ചർ എടുക്കണോ അതോ വീൽ ചെയർ മതി ഡോക്ടർ? വീൽ ചെയർ മതി. ഇതിപ്പോ സാരമില്ല. യാത്രാക്ഷീണം കൊണ്ടുള്ള തളർച്ചയാ മിനിസ്റ്റർക്ക്. മാറിക്കോളൂ. ഓ, ഒന്ന് പിടിച്ചു. പതുക്കെ പതുക്കെ തലയൊന്ന് നിർത്തി. മതി. പതുക്കെ. സൂക്ഷിച്ച്. എന്റെ പൊന്നെ, പിടിച്ചോണേ, സൂക്ഷിച്ചിറക്കണേ. ഒന്നും പതേ ചേച്ചി, ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, ധൈര്യമായിട്ടിരിക്കേ. ഞാൻ അവിടെ പറഞ്ഞതല്ല, ഈ വാഷിംഗ് മെഷീൻ ഇറക്കുമ്പോ തട്ടയും മുട്ടയും ചെയ്യാതെ ഇറക്കണേന്നാ. ഒന്ന് സൂക്ഷിച്ചിറക്കടോ. അങ്ങോട്ട് കൊണ്ടുപോവാ. നിന്നെ, നിങ്ങൾ അറിയാൻ അകത്തോട്ടെങ്ങാനും കിടത്ത്. ഞാൻ ഇവിടെ നിന്നില്ലെങ്കിൽ ശരിയായല്ല. അയ്യോ, വളരെ കോസ്റ്റ്ലി. ഇനിയാണ് നമ്മുടെ കളി തുടങ്ങാൻ പോകുന്നത്. ഏറ്റന്നേ. മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോയപ്പോഴും വന്നപ്പോഴും ഒക്കെ എത്രയാളാ എയർപോർട്ടിൽ കൂടിയത്? യാത്ര അയക്കാനും സ്വീകരിക്കാനും ഒക്കെ. ഞാനൊരു മന്ത്രിയല്ലേ. ചേട്ടൻ വിഷമിക്കാതെ. എന്നാലും ഞാൻ വന്നിറങ്ങിയപ്പോ ഒരു പട്ടി പോലും വന്നില്ല എന്നെ സ്വീകരിക്കാൻ. അതിന് ഞങ്ങൾ വന്നില്ല ചേട്ടാ. അതുപോലെ ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, മറ്റേ ഗ്രൂപ്പിലെ പട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചേട്ടാ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി മുഖ്യനുമായിട്ട് നമ്മൾ ഒത്തുപോകുന്ന യാതൊരു പ്രശ്നമില്ല. ഇല്ല, ഒരു 6-7 MLA-മാർ ഒരു കാലം അപ്പുറത്തും ഒരു കാലം ഇപ്പുറത്തുമായിട്ട് നിൽക്കുക. നമ്മൾ അവരെ വലിച്ച് ഇങ്ങോട്ടിടുന്നു, എന്നിട്ട് മുഖ്യനെ വലിച്ച് താഴെ ഇടുന്നു. ഓ, അത് വല്ലതും നടക്കുവോ? എനിക്കിത് കേൾക്കുമ്പോഴാ എന്റെ അരിശം വരുന്നത്. 2 കൈയും കൂട്ടിപ്പിടിച്ച് ഉച്ചിക്കൊരണം തന്നാലുണ്ടല്ലോ. ഞാനെന്ത് തീർന്നു? അത്ര തന്നെ. തമാശ കളിന്റെ പൊന്നി ചേട്ടാ. ഇനിയിപ്പോ ഗോവിന്ദമേനോനെ ഇറക്കിയിട്ട് പകരം ചേട്ടനെ മുഖ്യമന്ത്രി ആക്കുന്നത് വരെ ഫൈറ്റ് ചെയ്യാനാ ഞങ്ങളുടെ തീരുമാനം. ഫൈറ്റ് ചെയ്യാനുള്ള ആരോഗ്യം എനിക്കില്ല. ഫൈറ്റ് ചെയ്യാൻ എന്തിനാ ആരോഗ്യം? അതിന് ചേച്ചിയില്ലേ കൂടെ? പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അയ്യോ, എനിക്ക് വയ്യ. നിങ്ങൾക്ക് ഇത്രയല്ലേ പറ്റിയുള്ളൂ മനുഷ്യ. ചികിത്സയും കഴിഞ്ഞ് വന്നപ്പോ ഒടിഞ്ഞു മടങ്ങിയിരുന്ന ഗോവിന്ദ മേനോൻ ഇപ്പൊ പയറ് പോലെയാ ഓടിപ്പാഞ്ഞ് നടക്കുന്നത്. അതെ, ചുമ്മാതല്ല, അങ്ങേര് 4 നേരം നീന്തിട്ടാ. അങ്ങേര് നീന്തിയിട്ടാണെങ്കിൽ ഇങ്ങേരും നീന്തും. അയ്യോ,
ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ പൊന്നു സുലേനെ, എനിക്ക് നീന്താൻ വയ്യ. പിന്നെ നിങ്ങൾ വെള്ളമില്ലാത്തടത്ത് കിടന്ന് നീന്തുന്ന ഞാൻ എത്ര തവണ കണ്ടിട്ടുള്ള. ഒന്ന് നീന്ത് മനുഷ്യ. അയ്യോ ചോണൻ. അയ്യോ, അവിടെ കിടന്ന് പടയ്ക്കാതെ നീന്ത് മനുഷ്യ. അങ്ങനെ ആ ആ അങ്ങനെ. പൊങ്ങുന്നില്ല. പിറ്റേസ് ഒന്ന് ഇറങ്ങി നോക്കണം. എന്ത് പറ്റിയെന്ന് അറിയില്ല. നോക്കിരിക്കാതെ ചാടോ. അങ്ങനെയാണ് അങ്ങനെ രക്ഷിക്കണേ. അയ്യോ, എന്ത് പറ്റി ചേട്ടന്? അയ്യോ. വിദേശ ചികിത്സ കഴിഞ്ഞെത്തിയ മന്ത്രി മറുകണ്ഠം മാധവൻ വ്യായാമാർത്ഥം നീന്തുന്നതിനിടയിൽ ഹൃദയാഘാതം മൂലം നിര്യാതനായി. മന്ത്രിയുടെ മരണത്തെ തുടർന്ന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയോട് കെയർടേക്കർ ഗവൺമെന്റായി തുടരാൻ ഗവർണർ നിർദ്ദേശിച്ചു. മറുകണ്ഠം നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ ഗവൺമെന്റ് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. മന്ത്രിയുടെ മരണത്തിനു പിന്നിലെ ദുരൂഹ സാഹചര്യങ്ങളെക്കുറിച്ച് CBI അന്വേഷണമുണ്ടാവണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ആ എല്ലാവരും എത്തിയോ? സർ. സാർ, മന്ത്രി മാധവന്റെ മരണത്തെക്കുറിച്ച് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് പറയാം. പിന്നെ നീന്തൽ കുളത്തിൽ ഹൃദയസ്തംഭനം എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. അതൊക്കെ നിങ്ങൾ പറഞ്ഞതല്ലേ? മരണത്തിന്റെ പിന്നിലെ ദുരൂഹതകളെ കുറിച്ച് ദുരൂഹമായ സാഹചര്യങ്ങളിൽ സംസ്ഥാനത്ത് ഒരു മന്ത്രിയുടെ മരണം ഇത് ആദ്യമായിട്ടാണ്. ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് തെളിഞ്ഞാൽ കർശനമായ നടപടി ഉണ്ടാവും. സാർ, അങ്ങേക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടിയിട്ടുണ്ടോ? തുമ്പോ? അല്ല, കേസിന്റെ തുമ്പെന്തെങ്കിലും? തുമ്പുണ്ടോ വാളുണ്ടോ എന്നൊക്കെ മണപ്പിച്ചടക്കാൻ ഞാനെന്താ പോലീസ് പട്ടിയാ? സാർ, മന്ത്രിയുടെ മരണത്തിൽ അങ്ങേക്കും പങ്കിടുന്നൊരു സംസാരം ഉണ്ടല്ലോ. എന്തോന്ന് പങ്ക്? മരണം എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താ പങ്കച്ചോടാണോ? താൻ മലയാളമാണല്ലേ? അതെ. മനസ്സിലായി മനസ്സിലായി. ചുമ്മാ അതല്ല, കുളത്തിൽ കുളം തോടുന്ന ചോദ്യം. എടോ, താൻ കോട്ടയത്ത് എന്ന് തന്റെ പത്രമുതലാളെ അച്ഛനോട് പറഞ്ഞേര്, ഈ ഗോവിന്ദമേനോൻ ശത്രുക്കളെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്ന ജലപ്പിശാചെന്ന് വലന്ന്. എന്തിനാണോ അയാളിപ്പോ എന്റെ കുഴിതുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്? ഇത്രയും കാലം ചോദിച്ചതൊക്കെ ചെയ്തു കൊടുത്തതിന്റെ പ്രത്യുപകാരമായിരിക്കും എന്നോട് ചെയ്യുന്ന ചെയ്ത്. അതല്ലേലും ഒരു ജാതി റബ്ബറിന്റെ സ്വഭാവമാ അല്ലേടോ? അങ്ങോട്ട് വേണേല അങ്ങോട്ട്, ഇങ്ങോട്ട് വേണേല ഇങ്ങോട്ട്, എങ്ങോട്ട് വേണേ വളയും. സാർ, ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ഇന്നും തീരുമാനിക്കും. ഹൈക്കമാൻഡിന്റെ ഒബ്സർവർ വന്നിട്ടുണ്ട്. എനിക്കൊരു അല്പം തിരക്കുണ്ട്. നിങ്ങളെയൊക്കെ പിന്നെ കാണാം. ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയല്ലോ. വന്നല്ലോ. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ ഇരിക്കൂ. എവിടം വരെയായി നിങ്ങളുടെ ചർച്ചകൾ? ഞങ്ങൾ ചില ഡിമാൻഡുകളൊക്കെ വെച്ചിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിലേ വെച്ചിടത്ത് തന്നെ കാണും. അവിടെ ഇരിക്കൂ. മിസ്റ്റർ നമ്പ്യാർ സംസാരിക്കട്ടെ. 10-15 വർഷം നമ്പ്യാർ സാറിന്റെ കയ്യിൽ നിന്ന സീറ്റാണ്. ഇദ്ദേഹത്തിന് നിൽക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് മറുകണ്ഠം മാധവൻ കൊടുത്തത്. കഴിഞ്ഞ തവണ നമ്പ്യാർക്ക് നിൽക്കാൻ പറ്റാഞ്ഞതേ ആരും സീറ്റ് തട്ടിപ്പറിച്ചിട്ടൊന്നുമല്ല. അഴിമതി ആരോപണത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ആളിന് ആരോപണത്തിന്റെ ചൂട് മാറുന്നതിന് മുമ്പ് പിന്നെയും സീറ്റ് കൊടുക്കണ്ടെന്ന് ഡൽഹിയിൽ നിന്ന് ഉത്തരവ് വന്നിട്ടാ. പഴയ കഥയൊന്നും പറഞ്ഞാലും മിടുക്കരാവാൻ നോക്കണ്ട. ഇപ്പൊ സീറ്റ് വീണ്ടും ഒഴിഞ്ഞ സ്ഥിതിക്ക് ക്ലെയിം നമ്പ്യാർ സാർ തന്നെയാ. ഇനി അത് തട്ടിയെടുക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ഒട്ടും സമ്മതിക്കത്തുമില്ല. അതെന്താ, സീറ്റ് നമ്പ്യാരുടെ കുത്തകയാണോ? മരിക്കുന്നതിന് മുമ്പ് എനിക്കും ഒരു തവണ മത്സരിക്കണമെന്നുണ്ട്. എനിക്കുണ്ട് ക്ലൈം. ഞാനും ഒരു തവണ അവിടെ അസംബ്ലിയിലേക്ക് മത്സരിച്ചതാ. മത്സരിച്ചിട്ടെന്താ, തോറ്റില്ലയോ? തോറ്റതല്ല, തോപ്പിച്ചതാ. ഈ ഇരിക്കുന്ന നിന്റെ ഗുരു നമ്പ്യാരാ അന്നെന്റെ കാല് വാരിയത്. കാല് വാരിയ പാടെ നിലം തൊടാതെ വീണില്ലേ? അതെ, കൃഷ്ണവിളച്ചന്റെ കാലിന് ബലമില്ലാഞ്ഞിട്ടാ. ഇപ്പോഴാണെങ്കിൽ കാലും മുക്കാലും കുഴിയിലുമായി. പോരാഞ്ഞിട്ട് അരിസസും വാദവും കാറ്ററാക്റ്റും. ഈ വയസ്സാം കാലത്ത് വല്ല പിണ്ണതൈലവും തേച്ച് കൊച്ചുമക്കളെയും കളിപ്പിച്ച് വീട്ടിലങ്ങനെ ഇരുന്നാ പോരെ? വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത് ഇങ്ങോട്ട് പോരും. എടോ ജയമാല, നിന്റെ അച്ഛൻ ബട്ടർ കൊച്ചുകേശവൻ കളക്ടർ സാഹിബിന്റെ മദാമയുടെ കാല് തിരുമ്മിയും അരക്കളപ്പെരയിലെ ആട്ടുസൂപ്പിന് ഉപ്പ് നോക്കിയും സായിപ്പും കുഞ്ഞിന്റെ അപ്പിവാരി നടന്ന കാലത്ത് പഠിത്തവും പള്ളിക്കൂടവും ഉപേക്ഷിച്ച് ബ്രിട്ടീഷ് പോലീസിന് തല്ലുകൊണ്ട് ജയിലിൽ കിടന്നിട്ടുള്ളവരാ ഞാനൊരു കൃഷ്ണപിള്ളച്ചേട്ടനൊക്കെ. ഇന്ന് ബട്ടർ കൊച്ചുകേശവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളെ തലമുടി തെറിച്ചേനെ ഇതുപോലെ. അയാൾക്കും പിടിപെട്ടേനെ വാദവും അരിശസും ഒക്കെ.
ഹൈക്കമാൻഡിന്റെ തീരുമാനം വല്ലതുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ ചർച്ച ഇങ്ങനെ നീടുന്നത്? ദേ ഇരിക്കുന്നു വർക്കിംഗ് കമ്മിറ്റി. രഹസ്യമായ ചില ഇടപാടുകളൊക്കെ ഉള്ളതല്ലേ? ചോദ്യങ്ങൾ ഇങ്ങോട്ടുമാവാം. അതെങ്ങനെ വാ വിളിച്ചൊന്നും പറയില്ലെന്ന് വാശി പിടിച്ച പിന്നെ ഞാൻ എന്ത് വേണം? അന്നാക്കിലിട്ട് കുത്തണോ? നിങ്ങൾ രണ്ടാളുടെയും കൂട്ടും കൂടിയാട്ടവും ഒക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാ. സസ്പെൻസ് വേണ്ട. എന്താ ഹൈക്കമാൻഡിന്റെ നിലപാട്? നമ്പ്യാരുടെ ക്ലെയിം ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എന്തോന്ന് അവിടെ ഇരിക്കടോ. ഹൈക്കമാൻഡിന്റെ സെൻട്രൽ ഓഫീസിലെ കമ്പ്യൂട്ടർ നമ്പ്യാരുടെ പേര് റിജക്ട് ചെയ്തിരിക്കുന്നു. എനിക്ക് പറയാനുള്ളത് എന്താണാവോ? സാമുദായികമായി ഞങ്ങൾക്ക് മുൻതൂക്കമുള്ളതുകൊണ്ട് സീറ്റ് എനിക്ക് തന്നെ തരണമെന്നാണ്. അയ്യോ, മുൻതൂക്കത്തിന്റെ വിശേഷമൊക്കെ പറയാതെ തന്നെ ഞങ്ങൾക്ക് അറിയാവേ. ആ പറഞ്ഞു തീരട്ടെ പറയാമേ. അവിടെ ഇരിക്കേ. സിഎംഎ, പഴയ അടവ് തന്നെ ഒരിക്കൽ കൂടി അല്ലേ? നന്നായി. പക്ഷെ ഒന്നുണ്ട്, മാധവൻ മരിച്ചതോടെ നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു സർക്കാരിനെ വെച്ചാണ് നിങ്ങൾ ഈ സർക്കസ് കളിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ അന്ന് അവസാനിക്കും നിങ്ങളുടെ ഈ ഞാണന്മേൽ കളി. അത് മറക്കണ്ട. പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഞാനല്ലാതെ മറ്റാരായാലും ഒരു കാര്യം ഉറപ്പാണ്, തോൽവി. ഒപ്പം നിങ്ങളുടെ പതനവും. പേടിപ്പിക്കാതോ. നഷ്ടപ്പെട്ടാൽ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടിയാ. കൂടിപ്പോയാൽ എനിക്ക് രാജ്ഭവൻ വരെ ഒന്ന് പോകേണ്ടി വരും. അത്ര തന്നെ. നിയോജക മണ്ഡലത്തിലെ ഡിസൈസീവ് മാർജിനൽ വോട്ട്സ്, അതായത് അളന്ന് കീറി ഭൂരിപക്ഷം തീരുമാനിക്കുന്ന നിർണായകമായ വോട്ടുകൾ ഹിന്ദുസ്ഥാൻ ചേരിക്കാരുടേതാണ്. അവർ നമ്മുടെ കൂടെ നിന്നിട്ടുള്ളൂ. അവിടം കൊണ്ടേ നമ്മൾ ജയിച്ചിട്ടുള്ളൂ. അവർ കൈവിട്ടാൽ നമ്മൾ തോക്കും, മന്ത്രിസഭ വീഴും. ഹിന്ദുസ്ഥാൻ ചേരിക്കാർ ഒറ്റക്കെട്ടായ തീരുമാനമെടുത്തിട്ടുണ്ട് ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ. അവരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ തവണ മറുകണ്ഠ മാധവനെ ജയിപ്പിച്ചത്. എന്നിട്ട് നമ്മൾ അവരെ പറ്റിച്ചു. ഇനി അവർക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒറ്റ നേതാവിനെ മാത്രമേ വിശ്വാസമുള്ളൂ, ഈ ഇരിക്കുന്ന കുഞ്ഞിക്കണ്ടൻ നമ്പ്യാരെ. സമ്മതിച്ചു, സത്യമാണ്. എടോ, ഈ സിറ്റുവേഷനൊക്കെ പണ്ടേക്ക് പണ്ടേ ഞാൻ ഇന്റലിജൻസ് വഴി ഗ്രഹിച്ചതാ. അതൊക്കെ തക്ക സമയത്ത് തന്നെ ഡൽഹിയെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താ വേണ്ടതെന്ന് അവിടെ നിന്നുള്ള കത്തിൽ വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. തമ്മിത്തല്ലും തെറിവിളിയുമായി ആകെ താറുമാറായിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ പേരിൽ, പാർട്ടി ചിഹ്നത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും മത്സരിച്ചാൽ അയാൾ തോക്കും. അത് ഹൈക്കമാൻഡിന് ഉറപ്പാണ്. പകരം പൊതുസമ്മതനായ സാധാരണക്കാരിൽ ഒരാളെ പാർട്ടി പിന്തുണയോടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തണം. അങ്ങനെ ഒരാളെ കണ്ടെത്താനും സ്ഥാനാർത്ഥിയാക്കി നിർത്തി ജയിപ്പിച്ച് ഈ മന്ത്രിസഭ നിലനിർത്താനും കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരെ തന്നെ ചുമതലപ്പെടുത്താനാണ് ഹൈക്കമാൻഡ് ആവശ്യപ്പെടുന്നത്. ഇത് പാർട്ടി തീരുമാനങ്ങൾ അംഗീകരിക്കുവാനും പാർട്ടിയെ ശക്തിപ്പെടുത്തുവാനും നമ്പ്യാരോട് അഭ്യർത്ഥിക്കുന്ന പാർലമെന്ററി ബോർഡിന്റെ കത്ത്. പാർട്ടിയുടെ നിർദ്ദേശം ഞാൻ അംഗീകരിക്കുന്നു. സ്ഥാനാർത്ഥി ആരാവണമെന്ന് ഞാൻ തീരുമാനിക്കും. അവനെ ജയിപ്പിക്കും. എന്നിട്ട് അവനെ മുന്നിൽ നിർത്തി ഞാൻ തിരിച്ചു കളിക്കും. നോക്കിക്കോ, അന്ന് നമ്പ്യാർക്കും ഉണ്ടാകും ചില തീരുമാനങ്ങൾ. അത് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. നിങ്ങളെ കൊണ്ട് ഞാൻ അംഗീകരിപ്പിക്കും. നമുക്ക് കാണാം.